ഹായ് ഫ്രണ്ട്സ്, സോ ഇന്നത്തെ മെയിൻ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ US വീണ്ടും ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. കാര്യം ഇറാൻ ഹോർമുസ് കൂടെ പോയ 3 വെസൽസിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ റിറ്റാലിയേഷൻ ആയിട്ടാണ് US ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറാന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് വിൽക്കാനായിട്ടുള്ള സാങ്ഷൻ US വിഡ്രോ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പുറത്ത് നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ കയറിയിരിക്കുന്നത് 5.49% ആണ് കയറിയിരിക്കുന്നത്. അത് വല്ലാത്തൊരു കയറ്റമായി പോയി ശരിക്കും. ഇനി ഇറാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ള കാര്യം ഏതാനും മണിക്കൂറുകൾക്ക് നമുക്കറിയാൻ സാധിക്കും. ഇതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ശരിക്കും. നമ്മൾ മാർക്കറ്റിലെ മിഡിലും സ്മോളിലും നല്ല കറക്ഷൻസ് അല്ല, ലീഡർഷിപ്പ് ചേഞ്ചസ് കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ലീഡർഷിപ്പ് ചേഞ്ചാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ പല വീഡിയോസിലും ക്വാർട്ടർ കസ്പ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് കാരണം ഒരു ക്വാർട്ടർ റിസൾട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള 15 ഡേയ്സും തുടങ്ങിക്കഴിഞ്ഞുള്ള 15 ഡേയ്സും വളരെ ക്രിട്ടിക്കലാണ്. ആ സമയത്താണ് മാർക്കറ്റ് ലീഡർഷിപ്പ് ചേഞ്ചസ് വരുന്നത്. കാര്യം പല സെക്ടേഴ്സിൽ നിന്നും ഫണ്ട് ഇറങ്ങിയിട്ട് പുതിയ സെക്ടേഴ്സിലേക്ക് സ്മാർട്ട് മണി കയറുന്ന സമയമാണത്. അതുകൊണ്ടാണ് ആ സമയത്തെ ട്രേഡിങ് എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും കെയർഫുൾ ആണെന്ന് പറയാനുള്ള കാരണം. സോ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും റിസൾട്ട് വരുന്നതിന് മുമ്പ് പോയാൽ പല കേസിലും അത് പെട്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു.